അയ്യോ അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. എന്ത് അടിപൊളി ജീവിതമല്ലേ. ഒക്കെ കണ്ടു നിൽക്കുമ്പോൾ കുശുമ്പ് കാരണം അങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എന്തൊരു കഷ്ടമാണെന്ന് പറയാം അല്ലേ. നമുക്ക് മാത്രം ഒന്നുമില്ല, ബാക്കിയുള്ളവരൊക്കെ എന്ത് ഹാപ്പിയല്ലേ. ഇത് ആലോചിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം കാണത്തില്ല, ഉറപ്പല്ലേ. കുശുമ്പ് എന്ന് പറയുന്നത് ഒരു മാനുഷിക എന്താണ്, ഒരു മനുഷ്യൻ്റെ ഒരു വികാരമല്ലേ. എല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ. പക്ഷേ ഈ കുശുമ്പ് ഇങ്ങോട്ട് ഇച്ചിരി കൂടിക്കഴിയുമ്പം അധികം പ്രശ്നമല്ലേ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പലരും പറയുന്ന ഒരു കാരണമാണ് സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ നോക്കൂ, എത്ര ഹാപ്പിയാണ് അവർ. അവർക്കൊരു പ്രശ്നങ്ങളുമില്ല, ലൈഫിൽ ഒരു പ്രശ്നവുമില്ല, ഫാമിലി ലൈഫൊക്കെ ആണെങ്കിൽ സൂപ്പറാണെന്ന് പറയും. പലപ്പോഴും ആൾക്കാർ അപ്പോയിൻമെൻ്റ് എടുക്കാനൊക്കെ വിളിക്കുമ്പോൾ അവരുടെ വാട്സാപ്പിലുള്ള പിക്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത്ര ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ്, എന്ത് അടിപൊളി പിക്ചറാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. വല്ലോ ചെറിയ ടെൻഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, അതിനായിരിക്കും അവർ വരുന്നത്. പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതായിരിക്കും നമ്മൾ തോന്നും. പക്ഷേ അവർ വന്നു കഴിഞ്ഞിട്ട് അവർ പറയുന്ന സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമുക്ക് ഇവരെ പറ്റിയാണല്ലോ നമ്മൾ കുശുമ്പ് തോന്നിപ്പോയതെന്ന് ചിലപ്പോൾ തോന്നിപ്പോവേ. കാരണം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വളരെ ഭീകരമായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും എന്ന് മാത്രമല്ല, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ദുരിതമായിരിക്കും ചിലപ്പോൾ അവരുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് കുശുമ്പ് തോന്നുമ്പോൾ. പക്ഷേ ആ സ്ഥാനത്താണ് നമ്മളെങ്കിൽ നമുക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമുക്ക് കംപ്ലീറ്റ്ലി അവരുടെ ജീവിതത്തിലുള്ള എല്ലാം എടുത്തുകൊണ്ട് അവരായി മാറാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ ഈ കുശുമ്പിന് വലിയ അർത്ഥമൊന്നുമില്ലല്ലോ അല്ലേ. പകരം എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാനൊരു കൊള്ളാത്ത ആളാണല്ലോ, ഞാനിപ്പോൾ ഈ ലോകത്ത് എന്ത് ചേഞ്ചസ് വരുത്താനാണ്, ഒരു കാര്യമില്ല എന്ന് വിചാരിച്ച് നമുക്ക് എഴുന്നേൽക്കാം. എപ്പോഴും നമ്മളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാം. പക്ഷെ അത് നമ്മളെ ഡിപ്രഷനിലേക്ക് ആക്കുമെന്നുള്ളതല്ലാതെ ഒരു ചേഞ്ചസും നമ്മളിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് പോസിറ്റീവ് തിങ്കിങ്, നമ്മളെപ്പറ്റി അല്പം നന്നായിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റിയാൽ, പലപ്പോഴും ഡിപ്രഷനൊക്കെ അനുഭവിക്കുമ്പോൾ വളരെ പാടാണിത്. പക്ഷേ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും നമ്മളൊരു എഫേർട്ട് ഇട്ട് ഒന്നോ രണ്ടോ കാര്യങ്ങളിലെങ്കിലും നമ്മുടെ പോസിറ്റീവ്സ് നമുക്കൊന്ന് കാണാൻ പറ്റിയാൽ, ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മളെപ്പറ്റി തന്നെ നല്ല ചിന്തകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. നമ്മളിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കണം.